ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ. നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ 1/2 സെന്റ് ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ആർക്കും സാധിക്കും. ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് 7ാം ദിവസം 2000 പേർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു. വെറും 10 ടെറസിൽ നിന്ന്. ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ. നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിൻ്റെ 100-1 സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം. ഏതൊരു മീറ്റിംഗ് പോലെയും ഒന്ന് വന്നു പോവാം എന്ന് വിചാരിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇതിപ്പോ അങ്ങനെ വെറുതെ ഒരു മീറ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നിരുപമയുടെ ഈ ആശയം ഞാൻ നിയമസഭയിൽ പ്രസന്റ് ചെയ്യും. എല്ലാ വീട്ടിലും ഒരു വെജിറ്റബിൾ ഗാർഡൻ. മഴവെള്ള സംഭരണിയുടെ കാര്യത്തിൽ എന്ന പോലെ ഇതും ഒരു നിയമമാവട്ടെ. കേരളം കണ്ട ഏറ്റവും വലിയ മൂവ്മെന്റുകളിൽ ഒന്നായിരിക്കും ഇത്.
അതുമാത്രമല്ല സർക്കാർ വക സ്ഥലങ്ങൾ ഒരുപാടടുത്ത് ഒന്നും ചെയ്യാതെ കിടപ്പുണ്ടല്ലോ, അറിയാലോ. ഉണ്ട് സർ. അതിൽ പറ്റാവുന്നിടത്തൊക്കെ ഓർഗാനിക് ഫാമിങ്ങിനുള്ള ഒരു പ്രോഗ്രാം, ഒരു മൂവ്മെന്റ് ഞാൻ പ്ലാൻ ചെയ്യാം. അതിന്റെ ടീം ലീഡറായി നിരുപമ വരും എന്നെനിക്ക് ഉറപ്പ് തന്നാൽ. അങ്ങനെ ഒരു പ്രോജക്റ്റിന് ഇതുപോലെ പാഷനുള്ള ഒരാൾ മുന്നിൽ ഉണ്ടായേ പറ്റൂ. വലിയൊരു ഉത്തരവാദിത്തമാണ്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ റെഡിയാണ് സർ. 6th വരെ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയുള്ള കുറച്ച് ഒരുക്കങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കും. നമുക്ക് വേണ്ടത് ക്യാൻസർ സെൻ്ററുകളല്ല, അത് വരാതിരിക്കാനുള്ള സെൻ്ററുകളാണ്. ലെറ്റ്സ് ഡു ഇറ്റ്.